حبيبي حبيبي يا حبيبي حبيبي يا حبيبي. ഗായ്സ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ബാക്കുവിലെ ദിവസം നേരം പുലർന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് താഴേക്ക് പോവാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമ്മുടെ ഡ്രൈവർ 9 മണിയോട് കൂടിയിട്ട് ഹോട്ടലിൻ്റെ മുമ്പിലെത്തും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയായി. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹോട്ടൽ ബാക്കുവിൽ നിന്ന് വിട പറയാണ്. നമ്മളങ്ങനെ ഇന്ന് മൂന്നാമത്തെ ദിവസമായിരിക്കുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ നേരെ പോകുന്നത് ഗബ്ബാലയിലേക്കാണ്. ഗബ്ബാലയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ മറ്റൊരു സിറ്റി കൂടി കണ്ടതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. മാത്രമല്ല ഇവിടുന്ന് ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്ക് ഈ ഗബ്ബാലയിലേക്ക്. അതായത് ബാക്കുന്ന് ഗബ്ബാലയിലേക്ക് ഏകദേശം 6 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പുറത്ത് റെഡിയാണ്. നമ്മളിനി നേരെ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ബൈ ടു ഗ്രാൻഡ് ഹോട്ടൽ ബാക്കു. ഗായ്സ്, അപ്പോൾ നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അതാ ഗ്രാൻഡ് ബാക്കു ഹോട്ടലിലാണ്. പുതിയ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇനി നമ്മുടെ ബസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബസ്സിലേക്ക് പോവാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ബാക്കുവിൽ നിന്ന് ഗബ്ബാലയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 6 മണിക്കൂറോളം നീണ്ട യാത്രയാണ് ഇനി നമുക്കുള്ളത്. നമ്മൾ പോകുന്ന വഴിയിൽ വളരെയധികം ജനസാന്ദ്രത ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. അത് ഒരുപാട് അകലെ നിന്നാണെങ്കിലും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഡോയിലൂടെ കാണാൻ സാധിച്ചു. ഒരുപാട് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വീടുകളെല്ലാം അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി. മാത്രമല്ല നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന സീനറീസൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വാൾപേപ്പറിനെയൊക്കെ വെട്ടിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഗബ്ബാലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പോകുന്ന വഴിക്ക് ജുമ്മ മോസ്കിലൊക്കെ കയറി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ട ശേഷമായിരിക്കും നമ്മൾ നേരെ ഗബ്ബാലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജുമ്മ മോസ്കിൽ കയറി നോക്കാം എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന്. ഞങ്ങൾ ജുമ്മ മോസ്കിൽ എത്തുന്നത് ഏകദേശം ഉച്ചയോടടുത്താണ്. ആ സമയത്ത് അവിടെ നിസ്കാരത്തിനുള്ള ബാങ്ക് വിളിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കാമായിരുന്നു. അത് കേട്ടിട്ടെന്നോളം ഒരുപാട് പേര് അത് മോസ്കിലേക്ക് വളരെ വേഗം നടന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ മോസ്കിനകത്തോട്ട് കയറുമ്പോൾ കാണുന്ന ആ ഭംഗിയാർന്ന ഒരു ബേജൊക്കെ കളറിലാണ് ആ ഒരു മോസ്കിൻ്റെ ഒരു വോളുകളെല്ലാം കാണപ്പെടുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനാണ് ഈ മോസ്കിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ മോസ്കിന്റെ മുമ്പിലുള്ള ഒരു ശിലയിൽ ഈ മോസ്കിനെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസർബൈജാനിലെ ഏറ്റവും വലുതും ആഡംബരപൂർണമായിട്ടുള്ള ആരാധനാലയങ്ങളിൽ ഒന്നായിട്ടുള്ള ജുമാ മസ്ജിദാണ് ഷമാക്കിയുടെ ഏറ്റവും വലിയ അടയാളം. നിലവിലുള്ള ഈ ഒരു ഘടന 2013 പുനർനിർമ്മിച്ചപ്പോൾ ആദ്യകാല പതിപ്പ്, അതായത് ആദ്യമായിട്ട് ഈ മോസ്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത് 743 എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അവിടുത്തെ കോക്കസിലെ തന്നെ 2ാമത്തെ ഏറ്റവും പഴക്കമേറിയ പള്ളിയും അസർബൈജാനിലെ ഏറ്റവും പഴക്കമുള്ളതാണ്. അതിനുശേഷം ഇത് പലതവണ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 1859 വിനാശകരമായ ഭൂകമ്പത്തിലും പിന്നീട് 1918 അന്തർവംശീയ സംഘടനത്തിലും ഷമാക്കിയെ അവശിഷ്ടങ്ങളാക്കി മാറ്റിയെന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ മതപരമായിട്ടുള്ളതും ചരിത്രപരമായിട്ടുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മോസ്കിൻ്റെ ചാരുതയും ശാന്തതയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാവുന്നതാണ്. സാധാരണ ഒരുപാട് ദൂരമുള്ള യാത്രകളിൽ ഇത് ഏകദേശം 6 മണിക്കൂറിലധികം യാത്രയുണ്ടെങ്കിലും പക്ഷേ ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള സീനറികളാണ് നമുക്ക് ഓരോ നിമിഷവും നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഡോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൂരം പിന്നിടുന്നതൊന്നും നമുക്ക് അറിഞ്ഞു പോലില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അതിന് മാത്രം മനോഹരമായിട്ടുള്ള സീനറികളാണ് ഓരോ നിമിഷവും നമ്മളുടെ ഈ വിൻഡോയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഗബ്ബാലയിലേക്കുള്ള യാത്ര ഏകദേശം പൂർണ്ണമാവുകയാണ്. നമ്മൾ ഗബ്ബാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഗബാലയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും വരെ ദിസ് ഇസ് റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.